പഴയ പ്രതാപത്തിലേക്ക് തിരികെ എത്തി തൂക്കുപാലം മാർക്കറ്റ്. 5 വർഷം മുമ്പ് പുതിയ മാർക്കറ്റ് സമുച്ചയം പണിയുവാനായി പൊളിച്ചുകളഞ്ഞ തൂക്കുപാലം മാർക്കറ്റിന്റെ പണികൾ ഇനിയും പൂർത്തീകരിച്ചിട്ടില്ലെങ്കിലും പുതുതായി മാർക്കറ്റ് ലേലത്തിന് നൽകിയതോടുകൂടി നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. മുൻപ് ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നായിരുന്നു തൂക്കുപാലം പബ്ലിക് മാർക്കറ്റ്. കുടിയേറ്റ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ നിന്നും എത്തിക്കുന്ന അരിയും പലവ്യഞ്ജനങ്ങളും രാമക്കൽമേട് വഴി തൂക്കുപാലത്ത് മാർക്കറ്റിലെത്തിച്ച ശേഷമായിരുന്നു എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലേക്ക് കൊണ്ടുപോയിരുന്നത്. ഹൈറേഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റുകളിൽ ഒന്നായിരുന്നു തൂക്കുപാലം. രാവിലെ 4 മണി മുതൽ നടക്കാറുള്ള മാട്ടുചന്തയായിരുന്നു പ്രധാന ആകർഷണം. എന്നാൽ 5 വർഷം മുമ്പ് മാർക്കറ്റ് പൊളിച്ചു മാറ്റുകയായിരുന്നു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മാർക്കറ്റ് സമുച്ചയം പണിയുവാനായിരുന്നു നീക്കം. എന്നാൽ പദ്ധതി പാളി. ഇപ്പോഴും മാർക്കറ്റിന്റെ നിർമ്മാണം അനിശ്ചിതത്വത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് മാർക്കറ്റ് ഗ്രാമപഞ്ചായത്ത് ലേലം ചെയ്ത് നൽകിയത്. വട്ടംകൊള്ളിയുടെ ഉത്സവകാലം മുതലുള്ള ഒരു പബ്ലിക് മാർക്കറ്റാണ് തൂക്കുപാലത്ത് ഉള്ളത്. ഏകദേശം ഒരു 60 വർഷം പഴക്കമുണ്ട് തൂക്കുപാലം പബ്ലിക് മാർക്കറ്റ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇത് നിന്നുപോയിരിക്കുകയായിരുന്നു. കൊറോണ കാലഘട്ടത്തിലൊക്കെ നിന്നുപോയി. വീണ്ടും ഈ വിഷുവോടനുബന്ധിച്ച് നല്ല രീതിയിലൊരു മാർക്കറ്റ് ഇവിടെ ആരംഭിക്കാൻ സാധിച്ചു. വീണ്ടും കർണാടകം പഞ്ചായത്താണ് ഇതിൻ്റെ മേൽനോട്ടങ്ങൾ മുഴുവൻ വഹിക്കുന്നത്. പിന്നെ ഇവിടെ വരുന്ന പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ വളരെ തമിഴ്നാട്ടിൽ നിന്നും കാന്തല്ലൂർ, മറയൂർ, മൂന്നാർ, വട്ടവട ആ ഭാഗത്തു നിന്നൊക്കെ കൂടുതലാണ് വരുന്നത്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മാർക്കറ്റ് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാർക്കറ്റിൽ വിൽക്കുന്നത്. പിന്നെ വളരെ വിലക്കുറവെന്നുള്ളത് ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഈ തൂക്കുപാലം പബ്ലിക് മാർക്കറ്റിലെ പച്ചക്കറി സാധനങ്ങൾക്ക്, പഴവർഗ്ഗങ്ങൾക്കും നല്ലൊരു ശതമാനം വിലക്കുറവാണ്. ഇതോടുകൂടി നിരവധി വ്യാപാരികളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും കൂടുതൽ ആളുകൾ എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഗ്രാമപഞ്ചായത്തും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.